ഏറെയും പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. അമേരിക്കയിലെ ഒരു സമ്പന്ന ഒരു വ്യവസായിയുടെ കുടുംബം. ആ മനുഷ്യന് വാർദ്ധക്യമെത്തിയ പിതാവും മക്കളും ഭാര്യയും ഒക്കെ അടങ്ങുന്ന ഒരു ചെറിയ കുടുംബം. വളരെ സമ്പന്നരാണ്. അദ്ദേഹം വ്യവസായിയാണ്. വളരെ വിജയകരമായി പ്രവർത്തിച്ചു പോകുന്ന ഒരു മനുഷ്യൻ. മക്കളോട് അത്യാവശ്യം നല്ല ബന്ധം പുലർത്തുന്ന അദ്ദേഹം വാർദ്ധക്യമെത്തിയ പിതാവിനോട് അത്ര നല്ല ബന്ധത്തിലല്ല. അദ്ദേഹം വാർദ്ധക്യത്തിലായതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഒക്കെ തിരക്കിനിടയിൽ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ പരിചരിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തീരുമാനിക്കുകയാണ്, അദ്ദേഹം വളരെയധികം മുന്തിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു വൃദ്ധസദനത്തിൽ, ഒരു ഓൾഡ് ഏജ് ഹോമിൽ അദ്ദേഹത്തെ കൊണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ മക്കളുമൊക്കെ ആയിട്ട് അദ്ദേഹത്തെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടു ചെല്ലുകയും എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി അദ്ദേഹത്തെ അവിടെ നിർത്തിയിട്ട് മടങ്ങി വരാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പുതപ്പിൻ്റെ കുറവുണ്ടെന്ന് അദ്ദേഹം ശ്രദ്ധിക്കുകയാണ്. കൊണ്ടുവന്ന സാധനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു പുതപ്പിൻ്റെ കുറവുണ്ട്. അങ്ങനെ അദ്ദേഹം മകനെ പറഞ്ഞയക്കുകയാണ്, പുതപ്പ് എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് മകനെ പറഞ്ഞയക്കുകയാണ്. അങ്ങനെ മകൻ വീട്ടിലേക്ക് പോയി ഈ പുതപ്പ് എടുത്തുകൊണ്ട് വന്ന് പിതാവിൻ്റെ ഇടയിൽ കൊടുക്കുമ്പോൾ രണ്ടെണ്ണമുണ്ട്. രണ്ട് പുതപ്പ് എടുത്ത് തിരിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ പിതാവ് സ്വാഭാവികമായിട്ട് ചോദിച്ചു, എന്തിനാണ് രണ്ടെണ്ണം എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ മകൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്. നാളെ ഒരിക്കൽ അച്ഛനെ ഞങ്ങൾ ഈ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്ന സമയത്ത് ഞങ്ങളും പുതപ്പെടുക്കാൻ മറന്നാലോ, മുൻകരുതലായിട്ട് നേരത്തെ കൂട്ടി എടുത്തുകൊണ്ട് വന്നാലും ഒരു മറുപടി അദ്ദേഹം അച്ഛനോട് പറയുകയാണ്. സ്വാഭാവികമായിട്ട് അച്ഛൻ ബോധോദയം ഉണ്ടാവുകയും തീരുമാനങ്ങളെല്ലാം മാറ്റിവെച്ച് സ്വന്തം അച്ഛനെ വിളിച്ചുകൊണ്ട് വളരെ വികാരഭരിതനായിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൂട്ടുകൊണ്ടുവന്നൊരു ചെറിയ കഥ. ഇന്ന് ജൂൺ 15 വേൾഡ് എൽഡർ അബ്യൂസ് അവയർനെസ് ഡേ ആണ്. വയോജന പീഡന അവബോധ ദിനം. ഇന്നിപ്പോൾ ഈ ആധുനിക കാലത്ത് ഇങ്ങനൊരു ദിനത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്നത്തെ ഒരു യുവജനത ഒരുപാട് കച്ചവടമായിക്കോട്ടെ, ജീവിത തിരക്കിൻ്റെയൊക്കെ ഇടയിൽ തങ്ങളുടെ മാതാപിതാക്കളായിക്കോട്ടെ, മുതിർന്ന മുത്തശ്ശിമാരോ ആരും ആയിക്കോട്ടെ, മുതിർന്നവരെ തിരക്കുകൾക്കിടയിൽ പരിചരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ വൃദ്ധസദനങ്ങൾ കൊണ്ടാക്കുകയും അങ്ങനെ ഒരുപാട് വൃദ്ധസദനങ്ങൾ ഉടലെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുവരെ നമ്മുടെ എല്ലാമായി നമുക്ക് കരുതലും സൗകര്യങ്ങളും സുഖസൗകര്യങ്ങളെല്ലാം തന്ന് വളർത്തിയ അവർക്ക് കരുതൽ വേണ്ട ഒരു സമയം എത്തിക്കഴിയുമ്പോഴേക്കും മറ്റു പലയിടത്തേക്കും പരിചരിക്കാൻ വേണ്ടി കൊണ്ടാക്കുന്ന ഒരവസ്ഥ സ്വാഭാവികമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു പെരുമാറ്റത്തിൽ കൂടെ ആണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കരുതൽ കൊടുക്കേണ്ട ആ സമയത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടാക്കുക, ഒരു ഏകാന്തതയിലേക്ക് ഇറക്കി വിടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനൊരു ദിവസത്തിന്റെ ആവശ്യകത, അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റുള്ളവരെ അവബോധയിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഖുർആൻ മുതിർന്നവരെ പരിപാലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട 4 കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും പഠിപ്പിച്ചു തരുന്നുണ്ട്. ഈ കാര്യങ്ങൾ പിന്തുടരുന്നതിൻ്റെയും ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെയും ഒക്കെ ഒരു അപാകത ഇന്നത്തെ യുവ സമൂഹത്തിൽ ഉടലെടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് സ്വാഭാവികമായി പോകുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ, ഒരാളോ അല്ലെങ്കിൽ അവർ രണ്ടുപേരുമോ വാർദ്ധക്യത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് നിനക്ക് കണ്ടെത്താൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, നിങ്ങൾ അവരോട് ചേ എന്ന് പോലും ഉച്ചരിക്കരുത്. മോശമായ രീതിയിൽ ചേ എന്ന വാക്ക് പോലും അവരോട് പറയരുത്. വലാ തൻഹർഹുമാ, നിങ്ങൾ അവരോട് കയർത്ത് സംസാരിക്കരുത്. അവരോട് വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫ, നിങ്ങൾ ഏറ്റവും മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക, അവരുമായി വർത്തിക്കുക. തുടർന്ന് അല്ലാഹു തആല പറയുന്നു, വഖ്ഫിദ് ലഹുമാ ജനാഹ ദില്ലി മിനർ റഹ്മതി, നിങ്ങൾ നിങ്ങളുടെ കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താഴ്ത്തി കൊടുക്കുക.
വഖുൽ, നിങ്ങൾ പറയുകയും ചെയ്യുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുക, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ചെറുപ്പത്തിൽ അവർ ഞങ്ങളോട് കാരുണ്യം ചെയ്തതുപോലെ നീ അവർക്കും കാരുണ്യം ചെയ്യണമേ അല്ലാഹുവേ റബ്ബേ എന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്ന 4 കാര്യം അല്ലാഹു തആല ഖുർആനിൽ സൂറത്തുൽ ഇസ്രായിൽ 23-24 ആയത്തുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. തുടക്കത്തിൽ കഥയിൽ പറഞ്ഞതുപോലെ ഇന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്ന അവരുടെ വാർദ്ധക്യം നാളെ അതേ വാർദ്ധക്യം നമ്മളിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ഗുണം നമുക്ക് വേണം. ആ മകൻ പറഞ്ഞതുപോലെ നാളെ നമ്മുടെ വാർദ്ധക്യത്തിൽ കരുതൽ വേണ്ട ഒരു സാഹചര്യം നമ്മൾക്ക് എത്തുമ്പോൾ നമ്മുടെ മക്കളും ഇതേപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാതിരിക്കണമെങ്കിൽ ഇന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവരായി മാറേണ്ടതുണ്ട്. തിരുമതി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലൂടെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മാ അക്രമഹ ഷാബുൻ ശൈഖൻ ലിസിന്നിഹി ഇല്ലാ ഖയ്യദ ലഹു മൻ യുക്രിമുഹു ഇൻദ സിന്നിഹി. ഒരു യുവാവ് ഒരു വയോധികനെ അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ, ആദരിക്കുകയാണെങ്കിൽ, അവൻ വയസ്സാകുമ്പോൾ അവനെ നോക്കാൻ വേണ്ടി അതുപോലെ ഒരാളെ അല്ലാഹു തആല നിയമിക്കും എന്നൊരു ഹദീസ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നമ്മളെ കൈപിടിച്ച് നടത്തിയവർ, നമ്മളെ നടക്കാൻ പഠിപ്പിച്ചവർ സ്വയം നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തുമ്പോൾ അവർക്ക് കൈ പിടിക്കാൻ നമുക്കാകണം. നമ്മളെ സംസാരിക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിച്ചവർ പിന്നെ ഒരേ കാര്യം ആവശ്യപ്പെട്ട് ഒരു ശല്യമാവുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ശല്യമായി കാണാതെ കടമയെ നിർവഹിച്ച് സ്നേഹത്തോടു കൂടി അവരോടൊപ്പം നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പിന്നെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന സ്വാലിഹ്യങ്ങളായിട്ടുള്ളവരിൽ നമ്മളെവരെയും ഉൾപ്പെടുത്തി അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.